ഹായ് കൂട്ടുകാരെ, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബാഗ് പ്രസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് പേരിൽ പോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബാഗിനകത്ത് നമ്മൾ വെച്ചിട്ട് വെനീറും MDF-ഉം തമ്മിലൊക്കെ പ്രസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ലാമിനേറ്റൊക്കെ പ്രസ് ചെയ്യാൻ വേണ്ടി വളഞ്ഞിരിക്കുന്ന, അതായത് കാറുമായിട്ടിരിക്കുന്ന പ്രതലങ്ങളൊക്കെ പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ട്, മിക്കവാറും ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകും സംഭവം. ചിലപ്പോൾ ഇത് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ വേണ്ടിയാണ് നമ്മളിത് ഇടുന്നത്. ഇതിനകത്തുള്ള എയറിനെ, ബാഗിനകത്തുള്ള എയറിനെ എടുത്ത് കളയുമ്പോഴാണ് ഇത് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിനകത്ത് കവറാണ് രണ്ട് സൈഡും ഇതിൻ്റെ ഒരു ഇതുണ്ട്. രണ്ട് സൈഡും നമ്മൾ എന്നിട്ട് ഇതങ്ങ് അടച്ചിക്കുകയാണ്. അടച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് എയർ ടൈറ്റായിട്ട് ആ എയറിനെ നമ്മൾ വലിച്ച് വെളിയിൽ കളയുമ്പോഴാണ് ഈ സാധനം ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു രണ്ട് സൈഡിൽ എൻഡിൻ്റെ ഒരു എൻഡ് ഗ്യാപ്പ് ഉണ്ട്. ആ എൻഡ് ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്യാപ്പ് വെച്ച് അടയ്ക്കും. അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എയർ ചെറിയൊരു ഒരു മോട്ടറും ഇത് വലിക്കുന്ന ഒരു മെഷീൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് ചെറിയൊരു മോട്ടർ മാത്രമാണ് സംഭവം. ഇതിനകത്തുള്ള എയറിനെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് വളഞ്ഞിരിക്കുന്ന ഏത് സൈഡിൽ എങ്ങനെയൊക്കെയാണ് വളഞ്ഞിരിക്കുന്നത് അതുപോലെ എല്ലാം തന്നെ വെനീർ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും. കാരണം പ്ലാസ്റ്റിക് അതുപോലെ അങ്ങ് അടുത്ത് കഴിയുമ്പോഴത്തേന് പിന്നെ എയറിൻ്റെ ഗ്യാപ്പില്ലല്ലോ. അപ്പം ഇതാണ് അതിൻ്റെ മെഷീൻ. ഇവിടുന്ന് എയർ നമ്മൾ വലിക്കുന്നതാണ്. എയർ നമ്മൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാൻ പറ്റും. ചെറുതായിട്ട് ഇത് എയർ വലിയുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ആ മാസ്കിൻ്റെ ഒക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിരിക്കാൻ വേണ്ടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇതാണ് അതിൻ്റെ മോട്ടർ കണ്ടല്ലേ, ഇതിൻ്റെ തന്നെ എഴുതിയിട്ടുണ്ട് ബാഗ് പ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെ വക്കും പ്രസ് എന്നും ഈ രണ്ട് പേരുണ്ട് ഇതിന്. ഇത്ര മാത്രമേ ഉള്ളൂ ഈ സംഭവം. ഇത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള എയറിനെ എടുത്ത് കളയാൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ പ്രഷർ ഗേജൊക്കെ ഇതിലുണ്ട്. ഇത് നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഹാൻഡിലുണ്ട്. ഫൈനലി നമ്മളിത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലുള്ള വളഞ്ഞ സൈഡൊക്കെ നമുക്ക് ഒട്ടിക്കാൻ എടുക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഹീറ്റെക്സ് ഒക്കെ ഒട്ടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഫെവിക്കോൾ തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടി.